നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ കൊല്ലവർഷം 1200 ആണ്ട് 2024 ഓഗസ്റ്റ് 19 വരുന്ന ചന്ദ്ര പ്രതിഭാസത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ, സ്റ്റർജൻ മൂൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ വിവിധ പ്രകാരത്തിൽ അറിയപ്പെടുന്ന ചന്ദ്ര പ്രതിഭാസം ഈ ഓഗസ്റ്റ് 19 സംഭവിക്കുകയാണ്. നമുക്ക് ഈ ചന്ദ്രപ്രതിഭാസം എങ്ങനെയാണ് കാണാൻ സാധിക്കുക തുടങ്ങിയ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ ജ്യോതിഷ ഫലങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അതിനൊക്കെ ആധികാരികമായ പഠനങ്ങൾ വേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അങ്ങനെ ഓഗസ്റ്റ് 19 ലോകം സാക്ഷിയാകുന്ന ചന്ദ്രപ്രതിഭാസത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ചന്ദ്രപ്രതിഭാസം കൊണ്ട് ലോകത്തിന് ഗുണമോ ദോഷമോ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഈ പ്രതിഭാസത്തെ മാത്രം അതിന്റെ രീതിയെ ഒന്ന് പരിചയപ്പെടാം. ശാസ്ത്രകാരന്മാരുടെ കണക്കനുസരിച്ച് 2-3 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാണ് ബ്ലൂ മൂൺ കാണപ്പെടുക എന്നുള്ളതാണ്. ഈ വർഷം അത് ഓഗസ്റ്റ് 19 രക്ഷാബന്ധൻ ദിവസത്തിലാണ് സംഭവിക്കുക. ഓഗസ്റ്റ് 19 രാത്രി 11:55 സൂപ്പർ ബ്ലൂ മൂൺ എന്ന പ്രതിഭാസത്തെ കാണാൻ സാധിക്കുക. സൂപ്പർ ബ്ലൂ മൂൺ എന്തൊക്കെയാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്, പ്രകൃതിയിൽ ഈ സൂപ്പർ ബ്ലൂ മൂൺ മൂലം എന്തൊക്കെ പ്രതിഭാസങ്ങൾ സംഭവിക്കാം, ഇങ്ങനെ നമുക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. എന്തായാലും ലോകം സാക്ഷിയാകാൻ പോകുന്നത് വലിയൊരു ആകാശ കാഴ്ചയിലേക്കാണ്. സൂപ്പർ ബ്ലൂ മൂൺ എന്ന അതീവ അത്ഭുത പ്രതിഭാസം. പൂർണ്ണചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിനോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസത്തിനെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. എന്നാൽ ബ്ലൂ മൂൺ ഒരിക്കലും അപൂർവമായി മാത്രം കാണപ്പെടുന്ന പ്രതിഭാസമല്ല. വർഷത്തിൽ 2-3 തവണ ബ്ലൂ മൂൺ സംഭവിക്കാറുണ്ട്. 1979 ജ്യോതിഷ് ശാസ്ത്രകാരനായിട്ടുള്ള റിച്ചാർഡ് നൊലെയാണ് സൂപ്പർ മൂൺ എന്ന പദത്തെ ആദ്യമായി ഉപയോഗിച്ചത്. ഇത് ആധുനിക കാലത്തെ കുറിച്ചാണ്. ഇതിലെ ഒക്കെ അതിഗംഭീരമായിട്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സൂപ്പർ മൂൺ എന്ന പ്രതിഭാസം ഒരു മാസത്തിൽ 2 തവണ കാണപ്പെടുമ്പോഴാണ് അതിന് സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നത്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം കാണപ്പെടുന്ന പൂർണ്ണചന്ദ്രനെയാണ് നാം സൂപ്പർ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അങ്ങനെ 2 തവണ കാണുമ്പോൾ രണ്ടാമത്തെ തവണ കാണുന്നത് പൂർണ്ണചന്ദ്രനെയാണ് സൂപ്പർ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥത്തിലാണ് ചന്ദ്രൻ എല്ലായ്പ്പോഴും സഞ്ചരിക്കുക. ചന്ദ്രന്റെ ഇങ്ങനെയുള്ള സഞ്ചാരത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന കാലത്തിൽ ചന്ദ്രന് തിളക്കം വർദ്ധിക്കും. പലപ്പോഴും 30% അധികം തിളക്കം വർദ്ധിക്കുന്നതാണ് ഈ സമയത്ത്. അങ്ങനെ വരുമ്പോഴാണ് സൂപ്പർ മൂൺ സംഭവിക്കുക. അത് അതിശയകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. സാധാരണ ഒരു മാസത്തിൽ ഒരു പൗർണമിയാണ് ഉണ്ടാകുക. എന്നാൽ അപൂർവം ചില അവസരങ്ങളിൽ അത് 2 പൗർണമി വരെ ആകാറുണ്ട്. ഇത് തന്നെയാണ് സൂപ്പർ ബ്ലൂ മൂൺ എന്ന പ്രതിഭാസം. നമുക്ക് ഈ സൂപ്പർ ബ്ലൂ മൂൺ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവരും അത് കാണുക എന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു തുറസായ സ്ഥലത്ത് നിന്നുകൊണ്ട് സൂപ്പർ ബ്ലൂ മൂൺ നിങ്ങൾക്ക് ദർശിക്കാനാകും. സൂര്യാസ്തമയത്തിന് തൊട്ടുപുറകെയുള്ള സമയത്താണ് ചന്ദ്രൻ ഏറ്റവും ആകർഷണീയമായി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയമാണ് സൂപ്പർ ബ്ലൂ മൂൺ കാണുവാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നല്ല ആകാശത്തിലെ ഈ സൂപ്പർ ബ്ലൂ മൂൺ നല്ല രീതിയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ബൈനോക്കുലർ ഉപയോഗിക്കാം. എന്നിരുന്നാലും സാധാരണഗതിയിലും ഈ സൂപ്പർ ബ്ലൂ മൂണിനെ നമുക്ക് ദർശിക്കാനാകും. അതായത് ഓഗസ്റ്റ് 19 സന്ധ്യ കഴിയുന്ന സമയത്ത് ഈ സൂപ്പർ ബ്ലൂ മൂണിനെ ഒന്ന് ദർശിക്കുക. തുറസായ സ്ഥലത്ത് നിന്നുകൊണ്ട് ദർശിക്കാൻ ശ്രമിക്കുക. സുരക്ഷിതമായ ഒരു സ്ഥലം അതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് സൂപ്പർ ബ്ലൂ മൂൺ ദർശിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും ഭാഗ്യം തരും. ഈ ലോകത്തിന് അത് ഭാഗ്യം തരുമോ ദുരിതം തരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത്യപൂർവമായിട്ടുള്ള ഈ ആകാശ കാഴ്ചയെ നമുക്ക് ഒന്നിച്ചു വരവയ്ക്കാം. എല്ലാവർക്കും അത് ഗുണം ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.